അനീഷിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടാൻ പോകുന്ന ഒരു കാര്യം അനീഷ് ഇൻസ്റ്റാ പേജിലൂടെ ഷെയർ ചെയ്തതിനെ തുടർന്ന് തന്നെ ഒരുപാട് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലും കുറച്ച് കമന്റ്സും അല്ലെങ്കിൽ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം അനീഷിനെതിരെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അത് വേറൊന്നുമല്ല, അനീഷിനേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ടാവുന്ന ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 4 അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവാർഡ്സിനൊന്നും അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, അനീഷിനേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ടായിരുന്ന, നല്ല ഇതിനെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു മൈൻഡ് ഗെയിമർ തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അനീഷ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ അവർ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അവാർഡ്സിലേക്കും മറ്റുമെല്ലാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പരിഗണിച്ചില്ല എന്ന് നോക്കുകയാണെങ്കിൽ, കാര്യം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരിച്ചത് സീസൺ 4 അതേസമയം ഇപ്പൊ അനീഷിന്റെ കാര്യം നോക്കിയാൽ സീസൺ 7 അതായത് ബിഗ് ബോസ് ഹൗസ് ഒക്കെ തുടങ്ങി അതിന്റെ ഒരു ഓരോ പടികളായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനൊക്കെ വന്നു പോയത്. അതേസമയം ഇപ്പൊ കയറി ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന് കിട്ടുന്ന ഒരു റീച്ചും അതിന്റെ ഒരു സ്വാധീനവും സപ്പോർട്ടും കാര്യങ്ങളും ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇപ്പൊ അനീഷിന് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിച്ചു, അല്ലെങ്കിൽ അനീഷിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിഗണിച്ചു എന്ന് വരെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അനീഷിന് മാത്രം വിജയമായിട്ട് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അത് ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ ഒരു വിജയം കൂടിയായിട്ട് മാത്രമേ നമുക്ക് നിലവിലെ കണക്കാക്കാൻ പറ്റുള്ളൂ. കാര്യം ഇതിനു മുന്നുള്ള ഓരോ സീസൺസിലും ഓരോ മത്സരാർത്ഥികളും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിന് ബേസ് ചെയ്തിട്ടാണ് ഓരോ സീസൺ കഴിയുമ്പോഴും നമുക്ക് കാണാവുന്നതാണ് അതിന്റെ ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതായത് കാണുന്ന ഓഡിയൻസ് ലെവൽ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ അപ്പൊ ഈ ഒരു ഷോയും ഇത്രയധികം വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വാധീനവും ആ ഒരു പ്രാധാന്യത്തിന്റെ ബേസിൽ തന്നെയാണ് ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു മത്സരാർത്ഥിയെ ഇത്തരത്തിലൊരു അവാർഡിലേക്ക് പരിഗണിക്കുക എന്ന് പറയുന്നതിലേക്ക് പോലും പോകുന്നത്. ഈ ഒരു ഷോക്കുള്ള ഒരു പ്രാധാന്യവും ആ ഒരു ഷോക്കുള്ള ഒരു റീച്ചും അത്രയധികം വലുതായതുകൊണ്ട് തന്നെയാണ്. സോ അവരൊന്നുമില്ലായ്മയിൽ നിന്ന് ആ ഒരു ബിൽഡായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തത്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്തായാലും അനീഷ് എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ഷോയുടെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു റീച്ചും എല്ലാം അത്രയധികം കൂടിയത് കൊണ്ടാണ് ഇപ്പൊ അനീഷ് ലഭിച്ചതും ആ ഒരു സമയത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ലഭിക്കാതെ പോയത്.